നമസ്തേ. വൃന്ദാവനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മഹാഭാരതത്തിലെ സ്ത്രീ കഥാപാത്രങ്ങളിൽ ഉത്തമമായ ഒരാളാണ് കുന്തിദേവി. കുന്തിദേവി എന്ന കഥാപാത്രത്തെക്കുറിച്ച് നമുക്കൊന്ന് അറിയാം. വീഡിയോ അവസാനം വരെ ഒന്ന് കാണണേ. മഹാഭാരതത്തിലെ ഉത്കൃഷ്ട സ്ത്രീരത്നമാണ് കുന്തിദേവി. പാണ്ഡുവിൻ്റെ പത്നിയും പാണ്ഡവരുടെ മാതാവുമായ കുന്തി സാക്ഷാൽ ശ്രീകൃഷ്ണൻ്റെ അമ്മായിയുമാണ്. ശൂരസേനൻ്റെ മകളും വസുദേവരുടെ സഹോദരിയും ആണ് ഈ കഥാപാത്രം. വൃദ്ധ എന്നായിരുന്നു യഥാർത്ഥ നാമം. മാതാപിതാക്കളുടെ കൂടെ നിന്നാണ് ഓരോ കുട്ടിയും വളരേണ്ടത്. വൃദ്ധയ്ക്ക് ആ ഭാഗ്യം ലഭിച്ചില്ല. ശൂരസേനൻ്റെ സഹോദരി പുത്രനായ കുന്തിഭോജന് മക്കളില്ലാത്തതുകൊണ്ട് ശൂരസേനൻ തൻ്റെ മകളെ ശൈശവത്തിൽ തന്നെ കുന്തിഭോജന് വളർത്തുപുത്രിയായി കൈമാറി. വൃദ്ധയ്ക്ക് കുന്തി എന്ന പേര് അങ്ങനെയാണ് കിട്ടിയതെന്നാണ്. തൻ്റെ കൊട്ടാരത്തിൽ വരുന്ന മുനിമാരെയും ബ്രാഹ്മണരെയും പൂജിച്ച് തൃപ്തിപ്പെടുത്തുവാൻ കുന്തിഭോജൻ കുന്തിയോട് ആവശ്യപ്പെട്ടു. ഒരിക്കൽ അവിടെ എത്തിച്ചേർന്ന കോപിഷ്ഠനായ ദുർവാസാവു മഹർഷിയെ തൃപ്തിയാവും വിധം ശുശ്രൂഷിച്ചതിൻ്റെ സന്തോഷത്തിന് മഹർഷി ഒരു മന്ത്രം കുന്തിക്ക് ഉപദേശിച്ചു കൊടുത്തു. ഇഷ്ടപ്പെട്ട ആരെയെങ്കിലും മനസ്സിൽ ധ്യാനിച്ച് മന്ത്രം ജപിച്ചാൽ ആ ആൾ മുന്നിലെത്തും എന്നാണ് മഹർഷി കുന്തിയെ ധരിപ്പിച്ചത്. മഹർഷി പോയതിനു ശേഷം ഈ മന്ത്രം പരീക്ഷിക്കാൻ കുന്തിക്ക് തിടുക്കമായി. ബാല്യത്തിൽ മുതലേ കുന്തിയെ ആകർഷിച്ചിരുന്ന സൂര്യനെ മനസ്സിൽ വിചാരിച്ച് മന്ത്രം ചൊല്ലിയ കുന്തിയുടെ മുന്നിൽ സൂര്യൻ പ്രത്യക്ഷനായി. പരിഭ്രമിച്ചു പോയ കുന്തിക്ക് അന്ന് സൂര്യൻ നൽകിയ അത്ഭുത ശിശുവാണ് കവചകുണ്ടലധാരിയായ കർണൻ. അവിവാഹിതയായ കുന്തിക്ക് മകനെ വളർത്തുന്നതിന് പരിമിതികളുണ്ടല്ലോ. വളർത്തമ്മയുടെ സഹായത്തോടെ കുഞ്ഞിനെ പെട്ടിയിലാക്കി നദിയിൽ ഒഴുക്കേണ്ടി വന്നു കുന്തിക്ക്. കുന്തിയുടെ മാനസിക പിരിമുറുക്കം ഇവിടെ ആരംഭിക്കുന്നു. ചർമ്മോന്നതിയും യമുനയും ഗംഗയും ചമ്പാപുരി വരെ മാറി മാറി ഒഴുകിയ പെട്ടി പിന്നെ ഹസ്തിനാപുരയിലെ തേരാളിയായ അതിരഥൻ്റെയും ഭാര്യ രാധയുടെയും സുരക്ഷിതമായ കൈകളിൽ എത്തിച്ചേർന്നു. അന്നു മുതൽ കർണനെ സൂതപുത്രനായിട്ടാണ് സമൂഹം പരിഗണിച്ചത്. സൂര്യൻ്റെ അനുഗ്രഹത്താൽ കുന്തി കന്യകയായി തുടർന്നു. യൗവനയുക്തയായപ്പോൾ കുന്തി ചന്ദ്രവംശ രാജാവായ പാണ്ഡുവിനെ സ്വയം വരിച്ചു. അധികം വൈകാതെ പാണ്ഡു മദ്ര രാജാവിൻ്റെ പുത്രിയും ശല്യരുടെ സഹോദരിയുമായ മദ്രിയെയും വിവാഹം കഴിച്ചു. പിന്നീട് ഒരു സപ്തനിയുടെ ജീവിതമാണ് കുന്തിക്ക് ലഭിച്ചത്. ഒരിക്കൽ പാണ്ഡു മഹാരാജാവ് നായാട്ടിനിടയിൽ മാനിൻ്റെ രൂപത്തിൽ വനത്തിൽ ഇണയോടൊപ്പം വിഹരിച്ചിരുന്ന കിന്തമ മഹർഷിയെ അമ്പെയ്തു. അമ്പേറ്റ് ജീവൻ വെടിയുന്നതിനു മുൻപ് മഹർഷി പാണ്ഡുവിനെ ശപിച്ചു. അനുരാഗത്തോടുകൂടി ഭാര്യയെ സ്പർശിക്കുന്ന മാത്രയിൽ നീയും മരിക്കും എന്നായിരുന്നു ശാപം. ദുഃഖിതനായ പാണ്ഡു കാര്യങ്ങളെല്ലാം ഭാര്യമാരോട് പറഞ്ഞു സന്യാസ ജീവിതം ആരംഭിച്ചു. ഇതിനിടയിൽ കുന്തിയുടെ മന്ത്രസിദ്ധി അറിഞ്ഞ പാണ്ഡു പുത്രലബ്ധിക്കായും വംശവർദ്ധനവിനായും മന്ത്രം ഉപയോഗിക്കാൻ കുന്തിയെ നിർബന്ധിച്ചു. ഭർത്താവിൻ്റെ അഭ്യർത്ഥന മാനിച്ച് യമൻ, വായു, ഇന്ദ്രൻ എന്നീ ദേവന്മാരിൽ നിന്ന് ധർമ്മപുത്രർ, ഭീമൻ, അർജുനൻ എന്നിങ്ങനെ 3 മക്കൾ കുന്തിക്ക് ഉണ്ടായി. കുന്തി മാദ്രിക്കും മന്ത്രം നൽകി. ബുദ്ധിമതിയായ മാദ്രി അശ്വനി ദേവതകളെ മനസ്സിൽ സ്മരിച്ച് മന്ത്രം ജപിച്ചു. നകുലൻ, സഹദേവൻ എന്നിവർ മാദ്രിയുടെ മക്കളാണ്. ഒരു വസന്തകാലത്ത് എല്ലാം മറന്ന് മാദ്രി പാണ്ഡുവിനെ സ്പർശിച്ചതോടെ മഹർഷിയുടെ ശാപം ഫലിച്ചു. പാണ്ഡു മരിച്ചു. കുറ്റബോധത്താൽ മാദ്രി പാണ്ഡുവിൻ്റെ ചിതാഗ്നിയിൽ പ്രവേശിച്ച് ജീവത്യാഗം ചെയ്തു. ഈ സന്ദർഭത്തിൽ 5 മക്കളുടെയും സംരക്ഷണം തൻ്റെ ഉത്തരവാദിത്തമാണ് എന്ന് തിരിച്ചറിഞ്ഞ വ്യക്തിയാണ് കുന്തി. കൗരവരുടെ നിരന്തര ശല്യം വേട്ടയാടിയിട്ടും
വെല്ലുവിളികളെ ധൈര്യമായി സ്വീകരിച്ച് മക്കളെ കൂടെ നിർത്തി. അമ്മയുടെ വാക്ക് മക്കൾക്ക് ദേവതാവാക്യം തന്നെയായിരുന്നു. അരക്കില്ലവും ഏകചക്രയും അജ്ഞാതവാസവും എല്ലാം അവർക്ക് പരീക്ഷണങ്ങൾ ആയിരുന്നു. അപ്പോഴെല്ലാം യുക്തമായ ഉപദേശങ്ങൾ കുന്തി മക്കൾക്ക് നൽകി. വനവാസക്കാലത്ത് യമദേവൻ പരീക്ഷണഘട്ടത്തിലും മറ്റും മാദ്രിയുടെ മക്കളെ സംരക്ഷിക്കാൻ കുന്തി പ്രത്യേകം ശ്രദ്ധിച്ചു. പാണ്ഡുവിൻ്റെ പത്നിയായി ഹസ്തിനാപുരത്തിലെത്തിയ കുന്തി അവിടെ കൗരവപക്ഷം ചേർന്ന വില്ലാളി വീരനായ കർണൻ താൻ പണ്ട് നദിയിൽ ഉപേക്ഷിച്ച മകനാണെന്ന് തിരിച്ചറിയുന്നു. ആരോടും വെളിപ്പെടുത്താനാകാതെ ആ സത്യം കുന്തിയുടെ മനസ്സ് പൊള്ളിച്ചു. സൂതപുത്രനായി മാത്രം ലോകം അറിയുന്ന കർണൻ തൻ്റെ മക്കളാൽ ലോകരുടെ മുന്നിൽ പരിഹാസനാകുന്നത് കണ്ട് ആ അമ്മയുടെ മനം ഉരുകി. സത്യം വെളിപ്പെടുത്താനാകാതെ പിന്നീട് വെളിപ്പെടുത്തിയും കർണനെ ശത്രുപക്ഷത്ത് നിന്ന് മാറ്റാൻ കുന്തി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഒരു ശ്രമവും ലക്ഷ്യം കണ്ടില്ല. സൂര്യപുത്രൻ ആയിട്ടും രാജരക്തം ആയിട്ടും കർണന് അർഹതപ്പെട്ട സ്ഥാനം ഒരിടത്തും ഒരിക്കലും കിട്ടിയില്ല. കൊടുക്കാൻ കുന്തിക്ക് കഴിയുന്നതുമില്ല. പക്ഷേ കുന്തിയുടെ തീരുമാനങ്ങൾ ഓരോന്നും യുക്തിപരമായ ചിന്തകളുടെ ഫലമായിട്ടുള്ളതായിരുന്നു. ഏകചക്രയിൽ വസിക്കുമ്പോൾ ഗ്രാമത്തിന് പേടി സ്വപ്നമായിരുന്ന ഭഗന് ഭക്ഷണം കൊടുക്കാൻ ബ്രാഹ്മണൻ്റെ പുത്രന് പകരം ഭീമനെ കുന്തി വിടുന്നുണ്ട്. ഈ പ്രവൃത്തിയെ മൂത്ത മകനായ യുധിഷ്ഠിരൻ അമ്മയുടെ ബുദ്ധിമോശം ആയിട്ടാണ് കണ്ടത്. ഭീമൻ്റെ കയ്യൂക്കിൽ എനിക്ക് വിശ്വാസമുണ്ട്. ബ്രാഹ്മണരെ സഹായിക്കുന്നത് ക്ഷത്രിയധർമ്മവും ആണ് എന്നായിരുന്നു കുന്തിയുടെ മറുപടി. കുന്തിദേവിക്ക് മറ്റാരേക്കാളും അധികം കർണനോട് ആയിരുന്നു സ്നേഹം. ഏതൊരു അമ്മയ്ക്കും ആദ്യമുണ്ടായ മകനോട് അത്തരം വാത്സല്യം ഉണ്ടാകുമല്ലോ. പ്രകടിപ്പിക്കാൻ പറ്റാത്ത സ്നേഹം മനസ്സിൽ വീർപ്പുമുട്ടിയിരുന്നിരിക്കണം. യുദ്ധാനന്തരം മരിച്ച ബന്ധുക്കൾക്ക് ബലികർമ്മങ്ങൾ ചെയ്യുന്ന സമയം കുന്തി കർണനു വേണ്ടിയും ബലികർമ്മം ചെയ്യണമെന്ന് യുധിഷ്ഠിരനോട് വാശി പിടിച്ചു. ഗത്യന്തരമില്ലാതെ കർണൻ നിങ്ങളുടെ ജ്യേഷ്ഠനാണെന്ന ആ സത്യം കുന്തി വെളിപ്പെടുത്തി. അതിരുകളില്ലാത്ത ദുഃഖത്തിൽ യുധിഷ്ഠിരൻ മുങ്ങിപ്പോയി. വിജയികളായ മക്കളോടൊപ്പം രാജാമാതാവ് എന്ന നിലയിലുള്ള സ്ഥാനങ്ങൾ ഒന്നും അനുഭവിക്കാൻ നിൽക്കാതെ ധൃതരാഷ്ട്രരോടും ഗാന്ധാരിയോടൊപ്പം വാനപ്രസ്ഥ സന്യാസികൾക്ക് വനത്തിലേക്ക് പോവുകയും പിന്നീട് കാട്ടുതീയിൽപ്പെട്ട് മരിക്കുകയും ആണ് ഉണ്ടായത്. അസൂയയോ അഹങ്കാരമോ തെല്ലും തീണ്ടാത്ത മനസ്സിൻ്റെ ഉടമയായിരുന്നു കുന്തി. കുന്തിയുടെ ക്ഷമാശീലവും ത്യാഗപൂർണവുമായ ജീവിതവും കരുത്തും എന്നും വാഴ്ത്തപ്പെടും. മഹാഭാരതത്തിലെ സ്ത്രീ കഥാപാത്രങ്ങളിലൊന്നായ കുന്തിദേവിയെക്കുറിച്ചുള്ള അറിവുകൾ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നമസ്തേ.